അങ്ങനെ വർഷ വിളിച്ചിട്ട് നമ്മുടെ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ഞാനേ ഒന്ന് ഫേഷ്യൽ ചെയ്യാനായിട്ട് പോവാണെന്ന് പറയുമ്പം ശ്രീകാന്ത് ചോദിക്കാണ്, അല്ല എങ്ങോട്ടേക്കാണെന്ന് ചോദിക്കുമ്പം അതെന്തൊരു ചോദ്യ ശ്രീകാന്ത്, നമ്മുടെ ശ്രുതിയടത്തേക്ക് ഒരു പാർലർ ഉള്ളപ്പം പിന്നെ വേറെ ഞാൻ എങ്ങോട്ട് പോവാനാ എന്ന് ചോദിക്കാണ്. ആ അത് ശരിയാണല്ലോ, അപ്പൊ നീ ഇന്ന് വൈകി വരുള്ളൂ ചോദിക്കാണ്. അല്ല ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് സമയം ലീവ് എടുത്തിട്ടുണ്ട്, അതിനുശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് വന്നേക്കാം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ വർഷയാണെങ്കിൽ നേരെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് ആ ഒരു ബ്യൂട്ടി പാർലറിന്റെ യഥാർത്ഥ ഓണറെ കാണുകയാണ് കേട്ടോ വർഷ. അപ്പോഴേക്കും വർഷയും ഈ ഓണറുമായി നല്ല പരിചയത്തിലാണ് കേട്ടോ. കാരണം ഇവരുടെ അച്ഛന്മാരും ഫാമിലീസ് ഒക്കെ ആയിട്ട് ബിസിനസ് സംബന്ധമായിട്ട് ഫ്രണ്ട്സ് ഒക്കെയാണ്. അങ്ങനെ വർഷയോട് ചോദിക്കുന്നുണ്ട്, അല്ല വർഷ മോളെ നീ എന്താ ഇവിടെയും ചോദിക്കുമ്പോൾ ഇതെന്റെ ഏട്ടത്തിന്റെ പാർലറാണ്, ഞാൻ ഫേഷ്യൽ ചെയ്യാൻ വന്നാണെന്ന് പറയുന്നുണ്ട്. നിന്റെ ഏട്ടത്തിന്റെ പാർലറോ, ഏത് ഏട്ടത്തി എന്ന് ചോദിക്കാണ്. അതറിയില്ലേ, ശ്രുതി എന്നാണ് എൻ്റെ ഏട്ടത്തിന്റെ പേര്, എൻ്റെ ഭർത്താവ് ശ്രീകാന്തിന്റെ ഏട്ടന്റെ ഭാര്യയാണ് എന്നും പറയുന്നുണ്ട്. ഓഹോ ശ്രുതിനെ കുറിച്ചാണോ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. അതെ ശ്രുതി എൻ്റെ ഏട്ടത്തിയാണ്, അവരുടെ പാർലറായത് എന്ന് പറയുമ്പോഴേക്കും ആ സ്ത്രീ ആ ലേഡി പറയുന്നുണ്ട്, അയ്യോ വർഷമോളെ ഈ സ്ഥാപനം എനിക്ക് 6 മാസം മുമ്പേ ശ്രുതി വിറ്റതാണ് എന്ന് പറയുന്നുണ്ട്. എന്താ നിങ്ങൾ ഈ പറയുന്നത്, ശ്രുതിയായിട്ട് ഈ പാർലർ വിറ്റെന്നോ? അതെ അന്നെന്തോ ഫിനാൻഷ്യലായിട്ട് അത്യാവശ്യം ഉണ്ടെന്നും പറഞ്ഞിട്ട് എനിക്ക് ഈ പാർലർ അവർ വിറ്റു, ഇപ്പൊ എൻ്റെ വെറുമൊരു സ്റ്റാഫാണ് അവരെന്നും ഇവര് പറയുന്നുണ്ട്. ഇത് കേട്ട് വർഷയാകപ്പാട് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ആ ലേഡി ചോദിക്കാണ്, എന്താ ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പം അയ്യോ ഇല്ല ഇല്ല ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും വന്നതല്ലേ അകത്തേക്ക് വാ, ശ്രുതി അകത്തുണ്ട്, ഫേഷ്യൽ ചെയ്തിട്ട് പോകുന്നു പറയുമ്പം വേണ്ട ഇനി പിന്നീട് ഒരിക്കലാവാം, ഇന്നെന്തോ എൻ്റെ മനസ്സിന് നല്ലൊരു സമാധാനമില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇവിടെ വരെ വന്നിട്ട് ഒരു കസ്റ്റമർ തിരിച്ചു പോയാലേ അതിന് നാണക്കേടെ എനിക്കായെന്നും പറഞ്ഞിട്ട് അവരാണെങ്കിൽ വർഷയെ നിർബന്ധിച്ച് ശ്രുതിയുടെ അരികിലേക്ക് വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷ അകത്തേക്ക് കയറി ചെല്ലുന്നത് കാണുമ്പോഴേക്കും ശ്രുതി ഒന്ന് ഞെട്ടി നിൽക്കാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല എന്താ വർഷ ഇവിടെ, എന്തായിട്ട് നീ ചോദിക്കുന്നത്, പാർലറിലേക്ക് സാധാരണ എന്തിനായിരിക്കും ആൾക്കാർ വരിക, എന്തെങ്കിലും ഫേഷ്യലിനോ മറ്റോ ആയിരിക്കില്ല എന്ന് ചോദിക്കുമ്പം അല്ല അങ്ങനെ നീ ഇവിടെ വരാറില്ലല്ലോ, ഞാനേ ഇത്തവണ ശ്രുതിയെടുത്ത പാർലറിലേക്ക് വരാൻ തീരുമാനിച്ചു വന്നാണെന്നും പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഈശ്വര ഇവളെങ്ങാണം സത്യം എങ്ങാണം അറിയോ, എന്തായാലും ഒന്നും അറിഞ്ഞായിട്ട് ഭാവിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇരിക്ക് ഞാൻ തന്നെ ചെയ്യാമെന്നൊക്കെ പറയാണ്. അവൾക്ക് ആകെപ്പാടെ വെപ്രാളമാണ്. കണ്ണാടിയിലൂടെ ഇവളുടെ ഈ വെപ്രാളമെല്ലാം വർഷ നോക്കി കാണുന്നുണ്ട്. അപ്പോഴേക്കും അതിന്റെ ഓണർ അങ്ങോട്ടേക്ക് കയറുകയാണ് കേട്ടോ. ഇത് കാണുമ്പോഴേക്കും ശ്രുതി ഒന്നുകൂടി വിറയ്ക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയോട് ആ ലേഡി പറയുന്നുണ്ട്, ശ്രുതി വർഷ എൻ്റെ ഫ്രണ്ടിന്റെ മകളാണ് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ഒന്നുകൂടി ഞെട്ടാണ് കേട്ടോ. അവക്ക് വേണ്ടതുപോലെ കാര്യമായിട്ട് തന്നെ ചെയ്തേക്കണം കേട്ടോ, വർഷമോളെ ഞാൻ പോവാം കേട്ടോ എന്നും പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. ശ്രുതി ചോദിക്കാണ്, വർഷയ്ക്ക് നേരത്തെ ഇവർ അറിയാൻ ചോദിക്കുമ്പം അതൊക്കെ അറിയാം ഏട്ടത്തി, ഇത് എൻ്റെ ഫാമിലി ഫ്രണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ബിസിനസ് പരമായിട്ട് അച്ഛനും ഇവരുടെ ഫാമിലിയൊക്കെ വലിയ ഫ്രണ്ട്സ് ആണെന്നും പറയാണ്. ഇത് കേട്ട് ഒന്നുകൂടി ഷോക്കാവാണ് നമ്മുടെ ശ്രുതി. അങ്ങനെ വർഷ അവിടുന്ന് ഫേഷ്യലൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് നേരെ ശ്രീകാന്തിനെ കാണാനായിട്ട് ഹോട്ടലിലേക്ക് പോവാണ്. ശ്രുതി ഓർക്കുന്നുണ്ട്, ഈശ്വര എന്തായാലും ഒന്നും അറിഞ്ഞില്ല, അവ തന്നെ സമാധാനം എന്ന് ഓർക്കുന്നുണ്ട്. ശേഷം ഇവള് നേരെ നമ്മുടെ ശ്രീകാന്തിന് അരികിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കാണ്, അല്ല നീ ഫേഷ്യൽ ചെയ്യാൻ പോയിട്ട് താമസിച്ച് വരുള്ളൂ, വീട്ടിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പറ്റിയും ചോദിക്കുമ്പം അതല്ല നിന്നോട് പ്രത്യേകമായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. എന്നോടോ എന്ത് കാര്യമാണെന്ന് ചോദിക്കുമ്പം അതൊക്കെയുണ്ട് എന്ന് പറയാണ് കേട്ടോ. ഞാൻ ഇന്നേ ശ്രുതിയേച്ചിയുടെ പാർലറിലേക്ക് പോയിരുന്നു, അവിടെ വെച്ച് എൻ്റെ ഫാമിലി ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ ഞാൻ കണ്ടു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ ശ്രുതി ചേച്ചിയെ 6-7 മാസം മുമ്പേ ആ പാർലർ അവർക്ക് വിറ്റുന്ന്. എന്താ ശ്രുതി ചേച്ചി പാർലർ വിറ്റുന്നോ? അതെ ശ്രീകാന്തെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ അവരോട് എടുത്തു ചോദിച്ചു, അപ്പോഴവർ പറഞ്ഞത് നേരത്തെ ഒരു സുധീര പാർലർ ആയിരുന്നു എന്നും ശേഷം എന്തോ ഫിനാൻഷ്യൽ പ്രശ്നം വന്നപ്പോ അവരത് അവർക്ക് വിറ്റു എന്നാ പറഞ്ഞത്. ഇപ്പോ അന്നാണ് അവരുടെ അവിടുന്നും ചന്ദ്രമതി എന്നുള്ള പേര് മാറ്റിയിട്ട് അങ്ങനെ ഒരു പേരാക്കിയതെന്നും വർഷ പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രീകാന്ത് ശരിക്കും ഞെട്ടുന്നുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നേ എന്ന് ചോദിക്കാണ്. സത്യമാണ് പറയുന്നത്, ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ അന്വേഷിച്ചു, അത് മാത്രമല്ല
ഞാൻ അകത്തേക്ക് കയറിയപ്പം ശ്രുതി ചേച്ചിയുടെ പേടിയൊന്ന് കാണായിരുന്നു. അതുപോലെ തന്നെ ഓണർ കയറി വന്നപ്പം ആകെപ്പാടെ ശ്രുതി ചേച്ചി വിറക്കായിരുന്നു. എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയപ്പോഴും ശ്രുതി ചേച്ചി നന്നായി വിറക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാണ്. പക്ഷെ അറിഞ്ഞതായിട്ടൊന്നും ഞാൻ ഭാവിച്ചില്ല എന്നും പറയുന്നുണ്ട്. ആ, അതെന്തായാലും നന്നായി. നീയായിട്ട് ഇനിയിപ്പോ ഈ കാര്യം ആരോടും പറയണ്ട. ആരോടും പറയണ്ടെന്നോ? ശ്രീകാന്ത് എന്താ ഈ പറയുന്നേ? വീട്ടിലുള്ള എല്ലാവരും അറിയണം. ശ്രീകാന്ത് ചോദിക്കാണ്. അതിലേക്ക് ആവശ്യം എന്താ വർഷേ? എന്തിനാ നമ്മൾ പോയി പറഞ്ഞ് വീട്ടിലില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നത്? അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, പാർലർ അവർ സ്വന്തമാണെന്നും പുതിയ ബിസിനസ് തുടങ്ങിയെന്നും പറഞ്ഞ് സച്ചേട്ടന് രേവചേച്ചിയെ കുറിച്ച് അവർ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവരുടെ മുമ്പിൽ എന്തൊരാളുകളിയാ. പാവൻ രേവചേച്ചിക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞ് എന്തുമാത്രം ജോലി എടുപ്പിക്കുകയും എന്തുമാത്രം കഷ്ടപ്പെടുത്തുകയും മാനസികമായി എന്തുമാത്രം ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ അതിലൊന്നും കുഴപ്പമില്ല ശ്രീകാന്തേ. പിന്നെ ഇവരിച്ച് വിഷമിച്ച എന്താ കുഴപ്പം? എന്തായാലും ആന്റിയെ നന്നായി പറ്റിക്കുന്നുണ്ട് ആ ശ്രുതിയും അവരുടെ ഹസ്ബൻഡും കൂടിയിട്ട്. ആദ്യം അങ്കിളിന്റെ അത്രയും ക്യാഷ് അടിച്ചുകൊണ്ട് പോയി. പിന്നെ എന്തൊക്കെ ഫ്രോഡ് പണികളാ അവർ ഓരോ സമയത്തും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സച്ചേട്ടൻ പറഞ്ഞ സത്യമാണ്. നിങ്ങളുടെ എടുത്തിയെ ഒരു വല്ലാത്ത ഫ്രോഡ് തന്നെയാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് രേവചേച്ചിയെ അവരെന്തുമാത്രം കളിയാക്കി. സ്വന്തമായി പാർലർ ഉണ്ടെന്നും സ്വന്തമായി ബിസിനസ് ചെയ്യുകയാണെന്നും വരുമാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്തുമാത്രം രേവചേച്ചിയെ കുത്തി പറഞ്ഞത്. എന്നിട്ട് ഭർത്താവ് ഒരു സ്ഥാപനം തുടങ്ങിയപ്പോ ആ സ്ഥാപനത്തിൽ വെച്ച് തന്നെ അന്ന് രേവചേച്ചി സച്ചേട്ടനെയും അവരെ കളിയാക്കി ഓർക്കുന്നുണ്ട്, ഒരു മിക്സിയുടെ പേരും പറഞ്ഞിട്ട്. അതൊക്കെ ശ്രീകാന്ത് അങ്ങ് മറന്നുപോയോ? എങ്കിലും നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണോ വർഷേ? ഉണ്ടാക്കിയേ തീരൂ. ഇത് വേറൊന്നും വേണ്ടിയില്ല, എന്റെ രേവചേച്ചിക്ക് വേണ്ടിയിട്ടാ. അവർ അത്രയും കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുമ്പോഴേ അവരുടെ ജീവിതത്തിനും അവരുടെ കഷ്ടപ്പാടിനൊന്നും യാതൊരു വാല്യൂം കൽപ്പിക്കാതെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന ശ്രുതി ചേച്ചിക്ക് ഈ ഒരടി അത്യാവശ്യമാണ്. എന്തായാലും തെളിവ് സഹിതം ഇന്ന് ഞാൻ ആന്റിയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോവാ. അതുകൊണ്ട് നീ എന്റെ കൂടെ വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനില്ല, എനിക്ക് പേടിയെന്ന് പറയുമ്പോൾ നീ എന്തിനാ പേടിക്കുന്നേ? നിന്നെ അവിടെ ആരും തൂക്കിക്കൊല്ലാൻ പോകുന്നില്ല. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. മര്യാദയ്ക്ക് എന്റെ കൂടെ വാ എന്നും പറഞ്ഞിട്ട് ശ്രീകാന്തിനെയും കൂട്ടി വർഷ അവിടുന്ന് നേരെ വീട്ടിലേക്ക് ചെല്ലാണ്. അങ്ങനെ വർഷയും ശ്രീകാന്തും ബാക്കി രേവതിയും സച്ചിയും ബാക്കി എല്ലാവരും ഇവിടെ ഹാജരുണ്ട്. ശ്രുതിയും മാത്രമേ വരാനുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ചോദിക്കാണ്, അല്ല വർഷേ, നീ എന്തിനാ എല്ലാവരോടും വന്ന് ഹാള് നേർന്നു നിൽക്കാൻ പറഞ്ഞിരിക്കുന്നത്? എന്താ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോഴേക്കും വർഷ പറയാണ്, വെയിറ്റ് ചെയ്യാൻ ആന്റി. എന്തായാലും എല്ലാവരും കൂടി ഇങ്ങനെയൊക്കെ കാണുന്നത് വല്ലപ്പോഴും അല്ലേ. എന്തായാലും രണ്ടുപേരും കൂടി ഇങ്ങോട്ടേക്ക് വരാനുണ്ട്, അവരുകൂടി വരട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും കാര്യം പറ വർഷ എന്ന് സച്ചി പറയുമ്പോൾ, നിക്ക് സച്ചിയേട്ടാ, ഒരു 5 മിനിറ്റോടെ വെയിറ്റ് ചെയ്യ്. ശ്രുതി ചേച്ചിയും ശ്രുതിയേട്ടനോട് വരട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും കൂടി അങ്ങോട്ടേക്ക് കയറിയാണ്. എല്ലാവരും ഹാളിൽ തന്നെ നിൽക്കുന്നത് കാണുമ്പോഴേക്ക് തന്നെ നമ്മുടെ ശ്രുതിയുടെ ചങ്കിടിക്കുന്നുണ്ട്. കൈകാലുകളൊക്കെ വിറക്കിയാണ് കേട്ടോ. അവളെ പതിയെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഇനി നിനക്ക് പറയാനുള്ള കാര്യം പറ വർഷേ. ദാ അവർ രണ്ടുപേരും വന്നു എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ശ്രുതിക്ക് കാര്യം മനസ്സിലായി. വർഷ സത്യങ്ങളെല്ലാം അറിഞ്ഞു. എല്ലാം വിട്ട് ഉടയ്ക്കാൻ പോവാണെന്നും മനസ്സിലായി. വർഷ പറയുന്നുണ്ട്, എന്താ ശ്രുതി ചേച്ചി, ഞാൻ സത്യങ്ങളെല്ലാം പറയട്ടെ? എന്ത് സത്യ വർഷ എന്ന് ചോദിക്കാണ്. എങ്കിൽ എല്ലാവരോടും ഞാനൊരു കാര്യം പറയാം. ആദ്യം ശ്രുതി ചേച്ചി ഒരു ബ്യൂട്ടി പാർലർ മേടിച്ചിരുന്നല്ലോ, ചന്ദ്രമതി എന്നുള്ള പേരില്. ആ ബ്യൂട്ടി പാർലർ അന്നൊരു പേര് മാറ്റിയിരുന്നില്ലേ? ഇപ്പൊ ഗ്രീൻ പാർലർ എന്നോ മറ്റോ കൊണ്ടാണല്ലോ. അത് മാറ്റിയതിന്റെ പേരിലാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയാണ്, അത് പിന്നെ ഇവള് വേറെ ഏതൊരു കമ്പനിയായിട്ട് കൂട്ടായിട്ട് ബിസിനസ് ചെയ്യല്ലേ, അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ, എങ്കിലേ അങ്ങനെ ഒന്നും അല്ല, ശ്രുതി ചേച്ചിയെ ആ പാർലർ വിറ്റു എന്ന് പറയുന്നുണ്ട്. എന്താ പാർലർ വിറ്റുന്നോ? ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്കും രവിക്കും സച്ചിക്കൊക്കെ വല്ലാത്തൊരു ഷോക്കായിരിക്കും. ശ്രുതി പറയാണ്, പാർലർ വിറ്റോ? എന്താ ഞാൻ ഈ കേൾക്കുന്നതെന്ന് ചോദിക്കാണ്. ശ്രുതി അപ്പൊ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ശ്രുതി ചേച്ചി എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കാണ്. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി ഇതൊക്കെ? നീ പാർലർ വിറ്റോ? എന്തിന്റെ പേരില്ല നീ പാർലർ വിറ്റേ എന്ന് ചോദിക്കാണ്. അത് പിന്നെ ആന്റി എന്ന് പറയുമ്പം, ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് സത്യമാണ്. എൻ്റെ ഒരു അച്ഛൻ്റെ ബിസിനസ് പാർട്ണറാ അവിടുത്തെ ഇപ്പോഴത്തെ മുതലാളി. അങ്ങനെയാ, ആ ഓണറാണ് എന്നോടൊന്ന് സത്യങ്ങളെല്ലാം പറഞ്ഞത്. ഞാനവിടെ ഫേഷ്യൽ ചെയ്യാൻ പോയണ്ട് ഞാനെല്ലാം അറിഞ്ഞു. ഇത്രയും കാലം ഈ ശ്രുതി ചേച്ചി ആണെങ്കിലോ രേവചേച്ചിയൊക്കെ എന്ന് മാത്രം കളിയാക്കി അവർ ഡെയിലി വേജസിന് വർക്ക് ചെയ്യാണെന്നും അവരെ ഒന്നിനും കൊള്ളത്തില്ലാത്തവരാണെന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം അവരെ കളിയാക്കി. സച്ചേട്ടനാണെങ്കിൽ ഡ്രൈവർ പണിയാണെന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും എന്തുമാത്രം നാണം കെടുത്തി. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ, ശ്രുതി ചേച്ചിയെ ബ്യൂട്ടി പാർലറിന്റെ ഓണറൊന്നും അല്ല, അവിടുത്തെ വെറും ഒരു ശമ്പളക്കാരിയ. വെറും 15,000 രൂപ 20,000 രൂപ മാത്രം വാങ്ങിക്കുന്ന ഒരു ശമ്പളക്കാരി എന്നും നമ്മുടെ ശ്രുതി വർഷ കൂട്ടിച്ചേർക്കാണ്.
അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്റെ വർഷമോളെ നീയെങ്കിലും മിടുക്കിയാകട്ടോ, ഇത്രയും ആളുകൾ ഉണ്ടായിട്ടും ആരും കണ്ടുപിടിക്കാത്ത കാര്യമാണല്ലോ നീ കണ്ടുപിടിച്ചത്. നിന്റെ തല എന്തായാലും കൊള്ളാം. താങ്ക് യു സച്ചിയേട്ടാ എന്ന് പറയുന്നുണ്ട്. ശ്രുതി അപ്പം മനസ്സില് നമ്മുടെ വർഷനെ തെറി വിളിച്ചുകൊണ്ടിരിക്കായിരിക്കും. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അല്ല ഈ വർഷമോള് പറഞ്ഞതൊക്കെ സത്യമാണോ ശ്രുതി എന്ന് ചോദിക്കാണ്. കള്ളത്തരങ്ങളെല്ലാം കൈയോടെ പിടികൂടിയല്ലോ, ഇനി അവക്ക് മറച്ചേക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ശ്രുതി പറയുന്നുണ്ട് സത്യമാണെന്ന് പറയാണ്. ഇത് കേട്ട് ചന്ദ്ര ശരിക്കും ഞെട്ടാണ്. പിന്നെ എന്തിനാ ശ്രുതി നീ എല്ലാവരോടും കള്ളം പറഞ്ഞത്? ഓഫീസിലേക്ക് പോവാണെന്ന് പറഞ്ഞ് നീ രാവിലെ ഒരുങ്ങിക്കെട്ടി പോകുന്നത് അവിടെ പോയി കൂലിവേല ചെയ്യാനാണോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മ ആന്റി അത് പിന്നെ ആ പാർലറിൽ ഇപ്പം ഇച്ചിരി കച്ചവടം കുറവാണ്. അതുകൊണ്ട് തന്നെ ആ പാർലർ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഏത് നിമിഷവും അത് തകർന്നു വീഴും. അതുകൊണ്ടാ ബുദ്ധിപരമായിട്ട് ഞാൻ ആദ്യമേ ആ പാർലർ വിറ്റേ എന്നും പറയുന്നുണ്ട്. സജി ചോദിക്കാണ്, അതെന്താ ഇത്ര വലിയ ബുദ്ധിപരം ചോദിക്കുമ്പം അത് പിന്നെ എത്രയും പെട്ടെന്ന് ആ പാർലർ പൂട്ടിപ്പോവും. അതിനു മുന്നേ തന്നെ നല്ലൊരു വിലയ്ക്കാണ് ഞാൻ ആ പാർലർ അവർക്ക് കൊടുത്തത്. അതല്ലാത്ത വശം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ആ പാർലറിന് അതിന് നാലിലൊന്നും വില പോലും കിട്ടില്ല. ആ പൈസയും ഞാൻ സുധിയുടെ ബിസിനസ്സിലേക്ക് ഇറക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണെന്ന് പറയാണ്. ശ്രുതി ചോദിക്കുകയാണ്, ശരിയാണോ ശ്രുതി എന്ന് ചോദിക്കുമ്പം അതെ ആന്റി ഞാൻ പറഞ്ഞത് സത്യമാണ്. ആ പൈസ കൂടി സുധിയുടെ ബിസിനസ്സിലേക്ക് ഇറക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇരട്ടി ലാഭം ഉണ്ടാക്കാം. പിന്നെ ബ്യൂട്ടി പാർലറിൽ ഇപ്പം ഞാൻ വെറും ഒരു സ്റ്റാഫാണ്. പക്ഷെങ്കിൽ മറ്റേ കമ്പനിയിൽ നിന്നുള്ള ലാഭം കൊണ്ട് ഞാൻ വേറൊരു പാർലർ തുടങ്ങും. അതിനുവേണ്ടിയുള്ള പറ്റിയൊരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നല്ല ക്രൗഡും നല്ല IT കമ്പനീസൊക്കെ ഉള്ളതിൻ്റെ അടുത്തായിട്ട് ഞാൻ നല്ലൊരു പ്ലോട്ട് കണ്ടുവച്ചിട്ടുണ്ട്. നല്ലൊരു കടയും കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ ആയിട്ട് സ്വന്തമായിട്ടൊരു പാർലർ നന്നായി തുടങ്ങണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം എന്തായാലും ആ പാർലർ അത്ര അധികകാലമൊന്നും മുന്നോട്ട് പോവില്ല എന്നും ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. അപ്പം വളരെ പെട്ടെന്ന് തന്നെ ശ്രുതി അതിൻ്റെ കാരണവും കള്ളത്തിലെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ചന്ദ്ര ചോദിക്കാണ്, കേട്ടല്ലോ എല്ലാവരും കേട്ടല്ലോ, അവൾക്ക് കാശിലായിട്ടൊന്നും അല്ല അവൾ വിറ്റത്. അവള് ആ കട പൂട്ടുന്ന് മുന്നേ കൂട്ടി മനസ്സിലാക്കിയിട്ടേ അവള് ബുദ്ധിപരമായി നീങ്ങിയതാണ് എന്നും പറയാണ് ചന്ദ്ര. സച്ചി പറയാണ്, എത്രയൊക്കെ പറഞ്ഞാലും ഈ നമ്മുടെ പൗഡർ എടുത്തൊരു ഫ്രോഡാണെന്ന് പറഞ്ഞാ നിങ്ങൾ ആരും അംഗീകരിക്കില്ലല്ലേ. ഇനി എന്തൊക്കെ പൊങ്ങി വരാനിരിക്കുന്നു എന്ന് സച്ചി പറയാണ്. വർഷ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പൊ എടുത്തേക്ക് പാർലറൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇനി രേവസിച്ച് കളിയാക്കാനും നിൽക്കണ്ട എന്നും പറഞ്ഞിട്ട് വർഷയും ശ്രീകാന്തും അകത്തേക്ക് കയറി പോവാണ്. ശ്രുതി പറയുന്നുണ്ട്, ഇവളൊന്നിനും എന്റെ പുറകെ നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുന്നത്. എന്റെ ലൈഫ് എങ്ങനെയോ ആയിക്കോട്ടെ, അതിന് അവൾക്ക് എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കാണ്. രവി പറയുന്നുണ്ട്, കാരണം അവളൊന്നിന്റെ അനിയത്തിയാ. ഈ വീട്ടില് നിങ്ങൾ 3 സഹോദരങ്ങളുടെ ഭാര്യമാരാണ്. അതുകൊണ്ട് പരസ്പരമുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അവർ വീട്ടിൽ നിന്ന് പറയുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യും. അതിലൊന്നും കുറ്റം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അല്ല നീ എന്താ ഈ കാര്യങ്ങൾ നേരത്തെ ഞങ്ങളോട് പറയാഞ്ഞേ എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതി പറയാണ്, അത് പിന്നെ പറയാൻ നല്ലൊരു അവസരം കിട്ടിയില്ല, അതുകൊണ്ടാ ബിസിനസ്സിലേക്ക് ഞാനിപ്പോ പൈസ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. ചന്ദ്രയ്ക്ക് എന്നാലും വലിയ സന്തോഷമായി. കാരണം ആ പൈസ കൂടി അവരുടെ മകന് കിട്ടുമല്ലോ അതോർത്തിട്ട്. അങ്ങനെ സച്ചിൻ രേവതി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഈ സമയത്ത് വർഷയും ശ്രീകാന്തും കൂടി സച്ചിന്റെ രേവതി അരികിലേക്ക് വരികയാണ്. വർഷ പറയുന്നുണ്ട്, സച്ചേട്ടാ ഈ പറഞ്ഞതൊക്കെ മുഴുവൻ കള്ളത്തരാണ്. ആ ഒരു ബ്യൂട്ടി പാർലർ നല്ല പ്രോഫിറ്റ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ ഓണറിനെ എനിക്ക് നന്നായിട്ടറിയാം. പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു കാര്യവും അവർ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ എപ്പോഴേ അവരിതൊക്കെ പൂട്ടിയിട്ട് പോയേനെ. അല്ലാതെ ഒരിക്കലും അവരെ തുടർന്ന് പോവില്ല. അത് മാത്രമല്ല പൈസ വിറ്റത് 7 മാസങ്ങൾക്ക് മുമ്പാ. അപ്പൊ പിന്നെ അവരെങ്ങനെ ഈ ബിസിനസ് മുന്നേ കണ്ട് അവരത് ചെയ്തോ? ഒരിക്കലും ഇല്ല. മറ്റെന്തിനു വേണ്ടിയിട്ടാണ് അവർ ആ പൈസ മേടിച്ചത്? അത് മാത്രമല്ല അവരെ ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു എന്നാണ് ഇവര് പറഞ്ഞത്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ സുധിച്ചു പറഞ്ഞെല്ലാം പച്ച കള്ളമാണെന്നും വർഷ പറയുന്നുണ്ട് കേട്ടോ. സച്ചി പറയുന്നുണ്ട്, ഞാനും ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ഈ പൗഡർ എടുത്തിന് പിന്നിലെ എന്തൊക്കെയോ കള്ളത്തിലുണ്ട്, എന്തൊക്കെയോ നമ്മളറിയാത്ത വലിയ സത്യങ്ങളുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ എന്നൊക്കെ സച്ചിയും രേവതിയും ശ്രീകാന്തും വർഷയും കൂടി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം മാറിയെന്ന് നമ്മുടെ ശ്രുതി കേൾക്കുന്നുണ്ട്. ശ്രുതിക്ക് ആകെപ്പാടെ അങ്കലാപ്പാവുന്നുണ്ട്. ഇവരെല്ലാരും കൂടി ചേർന്നാ പിന്നെ അവളുടെ അടപ്പ് തെറിക്കുമല്ലോ, അവളുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്താവുമല്ലോ. അതോർത്ത് പേടിച്ച് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി.